എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മുടെ വീടുകൾ സമാധാനത്തിന്റെ സ്വർഗമാകണമെന്നാണ്. ഒരു കുടുംബത്തിൽ എത്രമാത്രം സമ്പത്ത് ഉണ്ട് എങ്കിലും ആ വീട്ടിൽ സമാധാനമില്ല എങ്കിൽ ആ സമ്പത്ത് കൊണ്ട് യാതൊരുവിധ കാര്യവുമില്ല. എല്ലാ ദിവസവും രാവിലെ ഭർത്താവ് ജോലിക്ക് വേണ്ടി ഇറങ്ങിപ്പോയി കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കി അവശനായിട്ട് അവൻ വീട്ടിലേക്ക് വൈകുന്നേരം വരുന്നത് അല്പം സമാധാനത്തോടു കൂടി വിശ്രമിക്കുവാൻ വേണ്ടിയാണ്. എന്നാൽ സമാധാനത്തിന്റെ ഭവനമാകേണ്ട വീട് അവൻ വന്നു കയറുമ്പോൾ തന്നെ പരാതികളുടെയും പരിഭവങ്ങളുടെയും സംഘട്ടനങ്ങളുടെയും ഒക്കെ കാര്യങ്ങളാണ് കേൾക്കുന്നത്, അവൻ അനുഭവിക്കുന്നത്. എങ്കിൽ അവിടെ സമാധാനത്തിന്റെ സ്വർഗത്തോപ്പല്ല, മറിച്ച് നരകതുല്യമായിട്ടുള്ള വീടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെടുന്നതിന് ആ വീട്ടിലുള്ളവർ തന്നെയായിരിക്കും 99% കാരണക്കാർ. ഇന്ന് അധികം വീടിന്റെയും സമാധാന അന്തരീക്ഷം തകർക്കുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അമ്മായിയമ്മ മരുമോൾ പോരാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അമ്മായിയമ്മ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. എന്ന് വിചാരിച്ച് അമ്മായിയമ്മമാരും വിഷമിക്കേണ്ട. അടുത്ത ദിവസങ്ങളിൽ തന്നെ മരുമോൾ ശ്രദ്ധിക്കേണ്ട വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതാണ്. ഒരു കുടുംബത്തിൽ ഒരു ആൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവനെ ഏറെ ലാളിച്ചും കൊഞ്ചിച്ചും ഓമനിച്ചും വളർത്തി വലുതാക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും മാതാപിതാക്കൾക്കുണ്ടാകും. അതുപോലെ തന്നെയാണ് അവന് കല്യാണപ്രായമായി കഴിഞ്ഞാൽ അവൻ്റെ മാതാവിൻ്റെ ഉള്ളിലും ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാകും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തൻ്റെ മകൻ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുവരുന്ന പെണ്ണ് എന്നെ അനുസരിക്കുന്ന, ഞാൻ പറയുന്നതെല്ലാം കേൾക്കുകയും അതനുസരിച്ച് എന്നോട് ബഹുമാനത്തോടു കൂടി നിൽക്കുകയും ചെയ്യുന്ന ഒരു മരുമോൾ ആയിരിക്കണം എന്നത്. എന്നാൽ 2-3 മാസം കഴിയുമ്പോൾ തന്നെ അമ്മായിയമ്മയും മരുമോളും തമ്മിൽ പ്രശ്നങ്ങളും സംഘർഷങ്ങളും ഉടലെടുക്കും. അതിന് 2 തരം കാരണങ്ങളാണുള്ളത്. ഒന്ന്, അവൾ കെട്ടാൻ പോകുന്ന ഭർത്താവ് എൻ്റെ മകനാണ്, അവനെ ഞാനാണ് നൊന്തു പ്രസവിച്ച് വളർത്തി ഈ കോലത്തിലാക്കിയത്, അതുകൊണ്ട് തന്നെ അവൾ എന്നെ അനുസരിച്ച് ജീവിക്കണം. രണ്ടാമത്, ഞാൻ കല്യാണം കഴിച്ച് ഈ വീട്ടിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ അമ്മായിയമ്മ എന്നോട് കാണിച്ചതെല്ലാം എൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ അത് മാതൃകയാക്കുവാൻ വേണ്ടി ഈ അമ്മായിയമ്മ ശ്രമിക്കും. അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. വീട്ടിൽ സ്ഥിരം സംഘട്ടനങ്ങളായിരിക്കും. ഇവിടെ അമ്മായിയമ്മമാർ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ നിങ്ങളുടെ വിവാഹ ദിനത്തിൽ ഭർത്താവിൻ്റെ കൈയും പിടിച്ചുകൊണ്ട് ആദ്യമായിട്ട് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഏതാണ്ട് നിങ്ങൾ കല്യാണം കഴിക്കുന്ന സമയത്ത് നിങ്ങളുടെ അതേ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയാണ് നിങ്ങളുടെ മകന്റെ കൈയും പിടിച്ചുകൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വരുന്നത്. അവൾക്കും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒരുപാടുണ്ടാകും. അത് മനസ്സിലാക്കേണ്ടതും അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ ഏറ്റവും കൂടുതൽ പറ്റുന്നതും അമ്മമാരെ നിങ്ങൾക്കാണ്. മറ്റൊരു കാര്യം, നിങ്ങളുടെ മരുമകളായിട്ട് വരുന്ന ആ പെൺകുട്ടിക്ക് 18, 20, 22 വയസ്സ് മാത്രമാണ് പ്രായം. ആ പ്രായത്തിലുള്ള ആ പെൺകുട്ടിക്ക് അനുഭവ പരിചയം വളരെയേറെ കുറവായിരിക്കും. കൂടുതൽ ജീവിതാനുഭവങ്ങൾ പറയുവാനൊന്നും അവൾക്ക് സാധിച്ചെന്ന് വരില്ല. എന്നാൽ നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾക്ക് ഒരുപാട് ജീവിത അനുഭവങ്ങളുണ്ട്. നിങ്ങൾ ഭാര്യയായും അമ്മയായും ജീവിച്ചവളാണ്, ഒരുപാട് ലോകം കണ്ട ആളാണ്. അതുകൊണ്ട് തന്നെ 22 വയസ്സുള്ള നിങ്ങളുടെ മരുമകളേക്കാൾ കൂടുതൽ പക്വതയും ക്ഷമയും കൈവരിക്കേണ്ടത് നിങ്ങൾക്കാണ്. ഇതിൽ ഒന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ മരുമകളുടെ 22 വയസ്സിലാണ് നിങ്ങളുടെ വീട്ടിലേക്ക് അവൾ കയറി വരുന്നത് എങ്കിൽ അതുവരെ ആ കുട്ടി ജീവിച്ചത് ആ കുട്ടിയുടെ സ്വന്തം മാതാവിൻ്റെയും പിതാവിൻ്റെയും ഒപ്പമാണ്. വ്യത്യസ്തമായിട്ടുള്ള ഒരു കുടുംബത്തിൽ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവക്കാരോടൊപ്പം വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യത്തിലും ജീവിത ശൈലിയിലും മറ്റൊരു സാഹചര്യത്തിൽ ജനിച്ചു വളർന്ന ഒരു പെൺകുട്ടിയാണ് നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീടുമായിട്ട് അവൾ ഇണങ്ങിച്ചേരുവാൻ അല്പം താമസമെടുക്കും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാത്ത ഒരു ദേശത്തേക്ക് നിങ്ങളെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ അനുഭവം? അവിടെയുള്ള ആളുകളുമായിട്ട് ഒന്ന് ഇടപഴകി പൊരുത്തപ്പെട്ട് വരാൻ അവരുടെ ജീവിത രീതിയിലേക്ക് നിങ്ങൾ എത്താൻ വേണ്ടി എത്രമാത്രം പ്രയാസമായിരിക്കും. അത് തന്നെയല്ലേ ഇവിടെയും സംഭവിക്കുന്നത്. നിങ്ങളുടെ മരുമകൾ എന്ന ആ പെൺകുട്ടി അവളുടെ വീട്ടിലായിരുന്ന സമയത്ത് അവൾക്ക് എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു, മറ്റെല്ലാ സുഖങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയാണ് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ വീടുമായി പൊരുത്തപ്പെടാനും വീട്ടിലുള്ള മറ്റുള്ളവരുമായിട്ട് പൊരുത്തപ്പെടാനുമൊക്കെ അല്പം സമയമെടുക്കും. അത് മനസ്സിലാക്കേണ്ടത് എല്ലാ അനുഭവ സമ്പത്തുമുള്ള അമ്മേ നിങ്ങളാണ്. മറ്റൊരു പോയിന്റാണ്, നമ്മുടെ മരുമക്കൾക്ക് നമ്മൾ നല്ല രീതിയിലുള്ള പരിഗണന നൽകണം. പലപ്പോഴും പല അമ്മായിയമ്മമാർക്കും സാധിക്കാത്ത ഒരു കാര്യമാണത്. സ്വന്തം മോൾക്ക് കൊടുക്കുന്ന ഒരു പരിഗണനയും വന്നു കയറുന്ന പെണ്ണിന് കൊടുക്കാറില്ല. സ്വന്തം മോള് താമസിച്ചെണ്ണിച്ചാലോ ഫുൾ ടൈം ടിവിയുടെ മുമ്പിൽ ഇരുന്നാലോ അല്പനേരം ഫോണിൽ കളിച്ചാലോ ശ്രദ്ധിക്കാത്ത അമ്മ മരുമോൾ എങ്ങാനും ഒരു ദിവസം അല്പം വൈകി എണ്ണിച്ചാലോ അല്പനേരം ഒന്ന് TV കണ്ടാലോ അല്പം മൊബൈൽ ഫോണുമായിട്ട് ഇരുന്നാലോ
പിന്നെ അവിടെ ഒരു പൂരപ്പറമ്പായിരിക്കും. വന്നു കയറിയ അന്നു മുതൽ ഇതാണ് അവളുടെ തൊഴിൽ എന്നുള്ള രീതിയിൽ സംസാരം തുടങ്ങി. അത് അവളുടെ വീട്ടുകാരുടെ നെഞ്ചത്തേക്ക് അവളെ വളർത്തിയതിന്റെ ദോഷമാണ് എന്നിവരെ പറഞ്ഞെത്തിക്കും. പിന്നെ പറയണ്ടല്ലോ, അമ്മമാരെ നമ്മുടെ സ്വന്തം മക്കളെ പോലെ തന്നെ മരുമക്കളെയും കാണുവാൻ നമുക്ക് സാധിച്ചാൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വിഷയങ്ങൾ പോലും നിസ്സാരമായിട്ട് നമുക്ക് തോന്നും. പിന്നെ കുടുംബത്തിൽ കലഹമുണ്ടാകുന്ന മറ്റൊരു കാര്യമാണ്, മരുമോൾ എപ്പോഴെങ്കിലും ഒന്ന് വീട്ടിൽ പോയി ഒരു 2 ദിവസം നിൽക്കട്ടെ എന്ന് ചോദിച്ചാൽ പിന്നെ അമ്മായി അമ്മയ്ക്ക് നടുവേദനയായി, കാലുവേദനയായി, ചുമയായി, പനിയായി, ഇല്ലാത്ത അസുഖങ്ങൾ പലതുമായി നാളെ അവളെ വീട്ടിൽ വിടാതിരിക്കുവാൻ പഠിച്ച പണി 18 നോക്കും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ മകനെ വന്നു കയറുന്ന മരുമകൾ നിങ്ങളുടെ അടുത്ത് നിന്നും മാറ്റി താമസിപ്പിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾക്ക് സഹിക്കുവാൻ പറ്റുമോ? ഇനി നിങ്ങളുടെ മകൻ നിങ്ങളെ കാണുവാൻ വരുന്നത് കൂടി ആ മരുമകൾ തടഞ്ഞാലോ? അപ്പോൾ നമ്മൾ പറയാൻ തുടങ്ങും, ഞാൻ 10 മാസം നൊന്ത് പ്രസവിച്ച് എൻ്റെ മകനെ ഞങ്ങളിൽ നിന്നും അകറ്റിയെന്നോ, അല്ലെങ്കിൽ ഞങ്ങളുടെ മകനെ ഒന്ന് കാണാൻ പോലും സമ്മതിക്കുന്നില്ല എന്നൊക്കെ. എന്നാൽ പ്രിയപ്പെട്ട അമ്മേ, ഇതുപോലെ തന്നെ നൊന്ത് പ്രസവിച്ച് വളർത്തി താലോലിച്ച് വലുതാക്കിയ നിങ്ങളുടെ മരുമോൾക്കുമില്ലേ ഇതുപോലെ ഒരു മാതാവും പിതാവും? അവർക്കും അവളെ കാണണമെന്നും അവൾക്ക് അവരെ കാണണമെന്നും ആഗ്രഹമില്ലേ? അവൾ കളിച്ചു വളർന്ന വീട്ടിലേക്ക് 2 ദിവസം പോയി നിൽക്കണമെന്ന് അവൾ ആഗ്രഹിക്കുന്നതിൽ തെറ്റുണ്ടോ? അമ്മയും ആഗ്രഹിച്ചിരുന്നില്ലേ ഇതുപോലെ സ്വന്തം വീട്ടിലേക്ക് ഒന്ന് പോയി നിൽക്കുവാൻ? അത് തന്നെയല്ലേ ഇന്ന് അവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ മാസത്തിൽ ഒരു 2 ദിവസമെങ്കിലും നമ്മുടെ മരുമക്കളെ അവരുടെ വീട്ടിലേക്ക് വളരെയേറെ സന്തോഷത്തോടു കൂടി പറഞ്ഞു വിടുകയും തിരികെ വരുമ്പോൾ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയും ചെയ്താൽ നിങ്ങളുടെ വീട് ഒരു സ്വർഗതുല്യവും അവളുടെ അമ്മയെ കാണുന്ന അതേ കണ്ണോട് കൂടി തന്നെ നിങ്ങളെയും അവൾ കാണാൻ തുടങ്ങുകയും ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ്, സ്വന്തം ഭർത്താവുമായിട്ട് അല്പനേരം ഇരിക്കുവാനോ ഒന്ന് പുറത്തു പോകുവാനോ സമ്മതിക്കാത്ത ചില അമ്മമാരുണ്ട്. ഭാര്യയും ഭർത്താവും കൂടി ഒന്ന് പുറത്തു പോകുവാൻ ഇറങ്ങിയാൽ അന്ന് അവിടെ ഭൂകമ്പം ഉണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അതിലൊരു ആഗ്രഹമാണ് ഭർത്താവിനോടൊപ്പം പുറത്തു പോവുകയും അല്പസമയം ചെലവഴിക്കുകയും ചെയ്യുക എന്നത്. അവളുടെ ഭർത്താവുമായിട്ട് അവൾക്ക് പോകാൻ പറ്റിയില്ല എങ്കിൽ പിന്നെ ആരോടൊപ്പമാണ് അവൾ പോകേണ്ടത്? ഭർത്താവുമായിട്ട് പുറത്തു പോകുമ്പോഴോ അല്ലെങ്കിൽ അവരുമായി ഒരു അല്പനേരം ഒന്നിച്ചിരിക്കുകയോ ചെയ്യുന്ന സമയത്ത് ഒരു അമ്മ എന്ന നിലയിൽ നിങ്ങൾ ചെയ്യേണ്ടത് അവരെ അഭിനന്ദിക്കുകയും അതിന് സപ്പോർട്ട് ചെയ്യുകയുമാണ് വേണ്ടത്. മറ്റൊന്ന്, ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് മരുമക്കളുമായിട്ട് ഒരു ആലോചന നടത്തുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. അവളുടെ അഭിപ്രായം കൂടി ഒന്ന് ചോദിക്കുക. പലപ്പോഴും പല കുടുംബങ്ങളിലും ഇത് നടക്കാറില്ല. അങ്ങനെ അമ്മായിയമ്മ തനിച്ചെടുക്കുന്ന തീരുമാനങ്ങളിൽ മരുമകൾ എന്തായാലും ഒരു അസ്വസ്ഥത പ്രകടിപ്പിക്കും. അത് ഉണ്ടാകാതിരിക്കുവാൻ അവളുമായിട്ടൊന്ന് കൂടി ആലോചിക്കുക. അതും അവൾക്കും വലിയൊരു സന്തോഷമായിരിക്കും. അതൊരു വലിയ പ്രശ്നത്തിലേക്ക് പോകാതിരിക്കുവാൻ കുടുംബത്തിൽ സമാധാനം നിലനിർത്താനും ഏറ്റവും നല്ല ഒരു കാര്യം കൂടിയാണ് കൂടിയാലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുക എന്നത്. നമ്മുടെ മകന്റെ സ്വസ്ഥതയുള്ള സമാധാനപൂർവ്വമുള്ള ജീവിതമാണ് ഓരോ അമ്മമാരും സ്വപ്നം കാണുന്നത് എങ്കിൽ കുടുംബത്തിൽ ആദ്യം സമാധാനം ഉണ്ടാക്കിയെടുക്കുവാൻ നമ്മൾ മുൻകൈ എടുക്കണം. അതിന് ചില കാര്യങ്ങൾ ക്ഷമിക്കുകയും ചിലത് വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്യണം. അമ്മായിയമ്മയും മരുമോളും തമ്മിൽ പ്രശ്നമാണ് എങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ഭർത്താവിനും നിങ്ങളുടെ മകനോ സ്വസ്ഥതയുള്ള ഒരു ജീവിതം ഉണ്ടാവുകയില്ല. മാത്രമല്ല, അവിടെ നിന്നും വളർന്നു വരുന്ന കുട്ടികൾ പ്രശ്നക്കാരും കുഴപ്പക്കാരും പഠന വൈകല്യമുള്ളവരുമായി മാറും. അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ. സമാധാനപൂർവ്വമുള്ള ഒരു സ്വർഗമാകട്ടെ നിങ്ങളുടെ വീട് എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വിഷയമായി കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.